ഹായ്, ഡോക്ടർ റോബിൻ ഇപ്പൊ നടക്കുന്ന ഇഷ്യൂമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോ വീഡിയോയിലേക്ക് കിടക്കാം. എന്താണ് ഡോക്ടർ റോബിൻ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. പല ആൾക്കാരും കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്താണ് സംഭവിക്കുന്നത് എന്ന്. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് ഓഗസ്റ്റ് 12 രാവിലെ 7 മണിയാണ്. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് അഗൻസ്റ്റ് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വേദ് ലക്ഷ്മിക്കും അബിൽ ദേവനൊക്കെ ഞാൻ ഫണ്ട് കൊടുക്കാനുണ്ട്, ഞാൻ അവരെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എന്നെ എക്സ്പോസ് ചെയ്യുന്നു, ഞാൻ കാശ് വെച്ചിട്ടുള്ള വീഡിയോ എടുത്തിടുന്നു. സോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നു. ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നു, കമന്റ് ചെയ്യുന്നു, എന്നെ ചീത്ത വിളിക്കുന്നു. ഞാൻ ഇന്നലെ, അതായത് ഓഗസ്റ്റ് 11 ഇന്നലെ ഞാൻ കംപ്ലീറ്റ് എന്റെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇവരുടെ ചാറ്റ്, ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് സാധനം ഞാൻ പ്രിന്റ് ഔട്ടും ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ അബിൽ ദേവ്, വേദലക്ഷ്മി, ഇവരുടെ കൂട്ടത്തിലുള്ള റമീൻ, പിന്നെ ഷാജർ, ധന്യ, ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്നുള്ള സാമ്പത്തിക ഇടപാട് ടോട്ടൽ മൊത്തത്തിലുള്ള അവരുമായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 42,53,500 രൂപയാണ്. അതായത് 42,53,500 റുപ്പീസ്. എന്റെ അക്കൗണ്ടിൽ നിന്നും ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 43,22,500 രൂപയാണ്. അതായത് 43,22,500 രൂപ, 43,22,500 റുപ്പീസ് ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടാണെങ്കിൽ 69,000 രൂപ, അതായത് 69,000 ഇവർ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് തരാനുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ഇതെല്ലാം ബാങ്ക് ട്രാൻസാക്ഷൻസ് ആണ്. ബാങ്ക് ട്രാൻസാക്ഷൻസ് നമുക്ക് ഫേക്ക് കാണിക്കാൻ പറ്റില്ല. അതാ ഇങ്ങോട്ട് തന്നത് അങ്ങോട്ട് കൊടുത്തൊക്കെ കറക്റ്റ് അതിൽ എന്തുണ്ട്, ബാങ്കിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉണ്ട്. ഇവരുടെ ട്രാൻസാക്ഷൻ സ്ലിപ്പും റെസിപ്റ്റും ഇവരുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. പ്രിന്റ് ഔട്ട് എടുത്തത് മാത്രമല്ല, ഇന്ന് രാവിലെ, അതായത് ഓഗസ്റ്റ് 12 രാവിലെ 11 മണിക്ക് ഇവരുടെ പ്രസ് മീറ്റ് ഉണ്ട് അല്ലെ, എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട്. എല്ലാ മീഡിയാസും വരണം, മെയിൻ സ്ട്രീം ചാനൽസ് തൊട്ട് എല്ലാ മീഡിയാസും വരണം. അവർക്ക് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അവർക്ക് ക്രോസ് ചെക്ക് ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ ബാങ്കുമായിട്ട് കണക്ട് ചെയ്യാം, ഒരു പ്രശ്നമില്ല. അപ്പം അനന്തു, അതായത് നമ്മുടെ ഡോക്ടർ ഡ്രേക്ക് എന്റെ അടുത്ത് ആദ്യമേ, എനിക്ക് തോന്നുന്നു ഇനിഷ്യലി എന്റെ അടുത്ത് ചോദിച്ചിരുന്നു, ബ്രോ എത്രയാണ് ട്രാൻസാക്ഷൻ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എടാ എനിക്ക് തോന്നുന്നു ഒരു 40-45 ഇടയ്ക്കാണെന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ എടുത്തിട്ട് നിനക്ക് അയച്ചുതരാം, ഡീറ്റെയിൽസ് എടുത്തിട്ട് അയച്ചുതരാന്ന് പറഞ്ഞു. അപ്പോൾ നീ പറഞ്ഞു, പുള്ളിക്കാരൻ ഇങ്ങനെ അബിൽ ദേവ് പറഞ്ഞു 75 ലക്ഷം രൂപ ഞാൻ കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് അയച്ചു തരണം. എനിക്ക് ഈ പറഞ്ഞ കണക്ക് 75 ലക്ഷം രൂപ നിങ്ങൾ തന്നത് എനിക്കൊന്ന് അയച്ചു തരണം. അപ്പൊ ടോട്ടലി മൊത്തത്തിലുള്ള ട്രാൻസാക്ഷൻ ഇവരുമായിട്ടുള്ളത് 42,53,500 രൂപയാണ്. അതിൽ ഞാൻ 43,22,500 രൂപ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് അവർ എനിക്ക് 69,000 രൂപ തരാനുമുണ്ട്. അപ്പൊ ഇന്ന് എന്തായാലും ഈ പ്രസ് മീറ്റിൽ ഞാനും വരുന്നതാണ്. ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഞാനും കൊണ്ടുവരും. ഈ റെസിപ്റ്റും ഈ പറഞ്ഞ ചാറ്റും അവർ അയച്ചെന്ന അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാനും കൊണ്ടുവരുന്നുണ്ട്. അനന്തുവിന് ഉൾപ്പെടെ അവിടെ ഉള്ള എല്ലാവർക്കും ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അനന്തുവിന്റെ അടുത്ത് പറഞ്ഞു, എടുത്ത് ചാടല്ലേ, ഞാൻ പറഞ്ഞതല്ലേ 40-45 ഇടയ്ക്കുള്ള, നിന്റെ ചാറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ ഇന്ന് കാണിച്ചു തരാം. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? പിന്നെ ഈ സത്യം എന്താണ്, ആരുടെ ഭാഗത്താണ് ശരി എന്നൊക്കെ ഉള്ളത് അറിയുന്നതിന് മുന്നേ എടുത്തു ചാടി ഒരാളിനെ ക്രൂശിക്കുന്നത് ദൈവത്തോർത്ത് സോഷ്യൽ മീഡിയ ഒന്ന് നിർത്തണം. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. മനുഷ്യരാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഈ ആവശ്യമില്ലാതെ ഒരാളിനെ എന്താ പറയാ പോയിന്റ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഓരോന്ന് ചെയ്യുന്നതിന് മുന്നേ എന്താണ് സത്യം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് എൻ്റെ ഒരു എന്താ പറയാ ഒരു കൈൻഡ് റിക്വസ്റ്റ് ആണ്. പിന്നെ എന്തായാലും ഇന്ന് പ്രസ് മീറ്റിൽ ഞാനും വരുന്നുണ്ട്. ഈ പറഞ്ഞ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാനും കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ആരുടെ ഭാഗത്താണ് ശരിയെന്നുള്ളത്. മനസ്സിലായില്ലേ? എന്തായാലും 42,53,500 രൂപ ഇങ്ങോട്ട് തന്നു, 43,22,500 രൂപ അങ്ങോട്ട് കൊടുത്തു. എനിക്ക് ഇങ്ങോട്ട് 69,000 രൂപ, അതായത് 69,000 ഇങ്ങോട്ടാണ് തരാനുള്ളത്. അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു? സാമ്പത്തികമായിട്ടുള്ള ഇഷ്യൂ ആണോ നിങ്ങളുടെ ഇഷ്യൂ? അല്ല, ഞാൻ ചോദിക്കുക, സാമ്പത്തികമായിട്ടുള്ള കാര്യമായിരുന്നോ, അതോ എന്നെ അങ്ങ് തകർത്ത് ഇല്ലാണ്ടാക്കി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതല്ലേ? സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ ഇന്നിപ്പോ ഈ ഡീറ്റെയിൽസ് കൊണ്ടുവരുമ്പോഴത്തേക്ക് അനന്തുവിന് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കാൻ പറ്റും, ബാങ്കുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാൻ പറ്റും. വേണമെങ്കിൽ എന്റെ ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം. എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തു, ഒരു പ്രശ്നവുമില്ല. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് കാണാം. അപ്പോ ഡോക്ടർ റോബിൻ കൃത്യമായി പറയുന്ന കാര്യം, അവരെനിക്ക് ഇത്ര രൂപ, ഞങ്ങൾ തമ്മിലുള്ള ഇടപാട് ഇത്ര രൂപയാണ്, ഇത്ര രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, ഇത് എല്ലാവർക്കും പരിശോധിക്കാം. അതായത് ലക്ഷ്മി
ആൻഡ് ടീം ഇവര് ഇന്നൊരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. ആ പത്രസമ്മേളനത്തിൽ ഞാൻ പോയി ഈ കാര്യങ്ങൾ പറയാം, നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്യൂ എന്നുള്ളതാണ് ഡോക്ടർ റോബിൻ പറയുന്നത്. ഇവിടെ പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത്, അതായത് ഇന്ന് പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ട് ലക്ഷ്മി ആൻഡ് ടീം റോബിനെതിരെ സംസാരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അവിടെ പോയി ഞാൻ ഈ ഡീറ്റെയിൽസ് മൊത്തം കൊടുക്കാം എന്നുള്ളതാണ് ഡോക്ടർ റോബിൻ പറയുന്നത്. ഇത്ര ധൈര്യത്തോടെ കാര്യങ്ങൾ പറയണമെങ്കിൽ അവിടെ സത്യമുണ്ടാവില്ലേ? തീർച്ചയായും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഡോക്ടർ റോബിൻ അവരുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിയിട്ടുണ്ട് എന്ന് ഡോക്ടർ റോബിൻ തന്നെ പറയുന്നുണ്ട്. അത് തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നും പറയുന്നു. ആ കൃത്യമായിട്ടുള്ള രേഖകൾ ഡോക്ടർ റോബിന്റെ കയ്യിലുണ്ട്. അത് ഞാൻ അവര് വിളിച്ച പ്രസ് മീറ്റിൽ വന്ന് പറയാം, കാണിച്ചു തരാം എന്നൊക്കെയാണ് ഡോക്ടർ റോബിൻ പറയുന്നത്. അതായത് ഇപ്പോ ഡോക്ടർ റോബിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോടുകൂടിയുള്ള അറ്റാക്കാണ്. ആർക്കും സത്യം അറിയണ്ട, ഡോക്ടർ റോബിൻ താഴെ പോകണം എന്നുള്ള ചിന്തയിൽ തന്നെയാണ്. ഇവിടെ സാമ്പത്തികമല്ല വിഷയം, അതെല്ലാം സെക്കൻഡറി ആണ്. ഇവിടെ ഡോക്ടർ റോബിനെ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇന്നലെ സീക്രട്ട് ഏജന്റ് സായിയുടെ ഒരു വീഡിയോ ഉണ്ട്. ഈ സായി എന്താണ് പറയുന്നത്? അതായത് ഒരു ഭാഗം മാത്രം ശരി, അത് മാത്രമാണ് ശരി എന്ന തരത്തിലാണ് സായി സംസാരിക്കുന്നത്. മറ്റതെല്ലാം തെറ്റാണ്, റോബിൻ കള്ളനാണ് എന്നുള്ള തരത്തിൽ, അവൻ ചതിയനാണ്, പറ്റിക്കുന്ന ആളാണ്. തീർച്ചയായും എനിക്കും അറിയാം ഡോക്ടർ റോബിൻ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്കും അറിയാം. പണം കടം വാങ്ങുന്നത് ഒരവസ്ഥയാണ്, അയാൾ തിരിച്ചു കൊടുത്തില്ല എങ്കിൽ അത് തെറ്റാണ്. ഇപ്പൊ ഒരുപാട് വോയിസ് പുറത്തു വന്നിട്ടുണ്ട്, ലീക്കായതല്ല ലീക്ക് ആക്കിയതാണ്. അപ്പോ ഡോക്ടർ റോബിൻ പണം വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു തെറ്റല്ല, പക്ഷെ പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനെതിരെ ഞാൻ സംസാരിക്കും. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണമല്ല വിഷയം, ഡോക്ടർ റോബിനെ മനഃപൂർവ്വമായിട്ട് തകർക്കാനുള്ള ഒരു ശ്രമമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പല ആൾക്കാരും പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോ സീക്രട്ട് ഏജന്റ് സായി ഈ പണത്തിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. മറ്റു പല വിഷയങ്ങളിലൂടെ ഡോക്ടർ റോബിനെ തകർക്കാൻ ശ്രമിക്കുന്ന കാര്യം പുള്ളി പറയുന്നില്ല. ഇന്നലെ ലക്ഷ്മി ഇട്ട വീഡിയോ, ആ വീഡിയോ എടുത്തു വെച്ച് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തു. എന്തുകൊണ്ട് എങ്ങനെയെന്ന് കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാളോട് കടം ചോദിക്കുന്ന രീതിയല്ല അത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് എന്ന്. പല ആൾക്കാരും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഡോക്ടർ റോബിൻ കടം വാങ്ങിച്ചിട്ടുണ്ട്, ഇത് ഡോക്ടർ റോബിൻ തന്നെ ഇട്ടുകൊടുത്ത വീഡിയോ ആണ്. സീക്രട്ട് ഏജന്റ് സായി വരെ പറയുന്ന കാര്യം അതാണ്. ഈ സായി, പുള്ളിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് തന്നെ ചിലപ്പോൾ സങ്കടമാവും. വീഡിയോ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കും. ഒരാളെ തകർത്തുകൊണ്ട്, അയാളെ ഇല്ലാതാക്കിക്കൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷെ അത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ പക്ഷം. ന്യായം ആരുടെ ഭാഗത്താണോ, ഏതാണോ ശരി, അതായത് ഭൂരിഭാഗം പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. നമ്മൾക്കതിൽ ശരിയുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ അത് ശരിയാണ് എന്ന് പറയുള്ളൂ. പല ആൾക്കാരും ചെയ്യുന്നത് വ്യൂസ് കിട്ടാൻ വേണ്ടി എവിടെയാണോ, ആരെ കുത്തിയാലാണോ നമുക്ക് വ്യൂസ് കിട്ടുന്നത്, അതിനുവേണ്ടി വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം. എന്തായാലും ഡോക്ടർ റോബിൻ കൃത്യമായിട്ടുള്ള പോയിന്റുകൾ നിരത്തി ഇന്ന് സംസാരിച്ചു. വളരെ സന്തോഷം തോന്നി. അദ്ദേഹം അത് കാണിച്ചു കൊടുക്കണം. അദ്ദേഹത്തിന്റെ നിരപരാധിത്വം അദ്ദേഹം തെളിയിക്കണം. എന്നാലും വരും സമയങ്ങളിൽ ബാക്കി കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.